കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കാണുന്ന ഒരു ക്യാമറയുടെ റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഓരോ ആളുകളും വീണ്ടും അയച്ചു തന്നേക്കുന്നതാണ് ഈ കാണുന്ന ഒരു ക്യാമറകളെല്ലാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു 3 ക്യാമറ ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു ഇങ്ങനെയുള്ള ക്യാമറ റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരുപാട് പേര് സംശയങ്ങളായിട്ട് ചോദിച്ച കാര്യങ്ങൾക്കുള്ള റിപ്ലൈ അത് ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പഴയ മോഡൽ ക്യാമറകൾ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ബോർഡ് മാത്രമാണ് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ലെൻസിൻ്റെ ഒരു മെക്കാനിക്സോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാനാണ് പറ്റുള്ളൂ. അതുപോലെ ഇങ്ങനെയുള്ള ക്യാമറകൾക്ക് ഉപയോഗിക്കുന്ന ബാറ്ററി ഇത് കംപ്ലൈൻ്റ് ആയാലും നമുക്കിത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതേ സെയിം സൈസിലുള്ള സെല്ലുകൾ നമുക്ക് പുതിയത് മേടിക്കാൻ കിട്ടില്ല. ഇങ്ങനെയുള്ള ക്യാമറയുടെ ബാറ്ററി ചാർജർ കംപ്ലൈൻ്റ് ആയതാണെങ്കിലോ അല്ലെങ്കിൽ ചാർജർ ഇല്ലാത്തതൊക്കെ ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ ഇത് റിപ്പയർ ചെയ്തെടുക്കാനും കഴിയും. പിന്നെ ഇങ്ങനെയുള്ള ക്യാമറകളൊക്കെ ഇത്രയൊക്കെ പാട് കഴിച്ച് റെഡിയാക്കി എടുത്താലും ഇപ്പോഴത്തെ ഒരു മൊബൈൽ ഫോണിൻ്റെയൊക്കെ ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇങ്ങനെയുള്ള ക്യാമറകളുടെ വീഡിയോ ഔട്ടിനാണെങ്കിലും അതുപോലെ ഫോട്ടോയുടെയൊക്കെ ഔട്ടിനാണെങ്കിലും വലിയൊരു ക്ലാരിറ്റി ഒന്നുമില്ല. വീഡിയോയ്ക്ക് ആണെങ്കിലും SD അല്ലെങ്കിൽ HD ക്വാളിറ്റിയിലുള്ളതൊക്കെയാണ് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. മൊബൈൽ ഫോൺ ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സൂമിംഗ് ക്വാളിറ്റി ഉണ്ടെന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന ഈ 3 ക്യാമറയും ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ ആക്കി എടുത്തിട്ടുണ്ട്.